ഹായ് ഫ്രണ്ട്സ്, ഈസി ആയിട്ടുണ്ടാക്കാൻ പറ്റിയ ഒരു ഗ്രീൻ പീസ് മസാല കറി റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് തലേന്ന് തന്നെ കുതിർത്ത ഗ്രീൻ പീസ് കഴുകി വൃത്തിയാക്കി എടുക്കണം. പിന്നെ ഇത് ഒരു കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നമുക്കിത് പ്രഷർ കുക്കറിൽ നന്നായി വേവിച്ചെടുക്കണം. നമ്മുടെ ഗ്രീൻ പീസൊക്കെ നന്നായി വേകണം. ഇതല്പം വേവ് കുറവാണ്, നിങ്ങൾ നന്നായി വേവിച്ചെടുക്കണം. നല്ല കുറുകിയ ഗ്രേവി ആയിട്ടുള്ള നല്ലൊരു മസാലക്കറി നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം കടുകും കൂടി താളിച്ച് ചേർക്കാം. വെളിച്ചെണ്ണ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചുവന്നുള്ളിയും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുത്ത് മൂപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ ടേസ്റ്റിയായ ഗ്രീൻ പീസ് കറി റെഡിയാകും. ഗ്രീൻ പീസ് മസാല കറി റെഡിയാകും. ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.